കാലുവേദന എന്ന് പറഞ്ഞാൽ ഞാൻ ആയുർവേദ പ്രൊഡക്റ്റ് ആണ് ആദ്യമേ കഴിച്ചത്. ഞാൻ ഇംഗ്ലീഷ് മരുന്നൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് കാലുവേദന എന്ന് വെച്ചാൽ എനിക്ക് അത് പറ്റണില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചത് നമ്മുടെ കാലുവേദനക്കായിട്ട് കഴിച്ചത് നമ്മുടെ എലമെന്റ്സിന്റെ നമ്മുടെ ദൈവം തന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് മുട്ടുവേദന. അപ്പൊ ആയുർവേദം ഞാൻ കഴിച്ചായിരുന്നു. ആയുർവേദം കഴിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ പൈസ ആയിട്ട് പോണം എന്ന് വെച്ചാല് അവിടെ നിന്ന് തന്നെ മരുന്ന് നമുക്ക് പുറത്തോട്ട് എഴുതുള്ളൂ, ക്യാപ്സൂളൊക്കെ. അവിടെ നിന്ന് തരുന്നത് കഷായോ എന്തെങ്കിലും എണ്ണയൊക്കെ തന്നു. ഞാൻ ആ എണ്ണ ഒന്നും ഞാൻ മേത്ത് പുരട്ടൂല. എന്ന് ചെന്നക്കൊക്കെ ഭയങ്കര ഒരു വെടക്ക് മണമാണ്. എത്ര നമ്മൾ കുളിച്ചാലും ഡ്രസ്സും അലക്കിയാലും നമ്മുടെ ആ മണം ഒരിക്കലും പോകൂല. അങ്ങനത്തെ ഒരു കുഴമ്പാണ് നമ്മുടെ സാധാരണ കുഴമ്പുകൾ. പക്ഷെ നമ്മുടെ ഈ കുഴമ്പെന്ന് പറഞ്ഞാല് നമുക്ക് പെരട്ടിയിട്ട് എവിടെ വേണമെങ്കിലും പോകാൻ കിടക്കാം. നമ്മുടെ ഡ്രസ്സില് ഒന്നിലും നമ്മുടെ എണ്ണ ചാമ്പിത്തൈലം ഒന്നിലും ആവൂല. എന്നുവെച്ചാല് നമ്മുടെ ശരീരത്തോട്ട് അത് തേക്കുമ്പോ നമ്മുടെ ശരീരത്തോട്ട് അത് വലിഞ്ഞു പോണേ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ കാലുവേദനയായിട്ട് അങ്ങനെ ഇരിക്കും. അത് 3 മാസം കഴിച്ച് അത് ഞാൻ പിന്നെ അത് നിർത്തിക്കളഞ്ഞ്. എനിക്ക് പോവാനായിട്ട് പറ്റുന്നില്ല, പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് അങ്ങനെ നിർത്തിയിരിക്കുമ്പോഴാണ് ടീച്ചറിന്റെ, എന്റെ പ്രിയപ്പെട്ട എന്റെ നളിനി ടീച്ചറിന്റെ ഹസ്ബൻഡിന് ഇങ്ങനെ വെരിക്കോസിന് പ്രൊഡക്റ്റ് കഴിച്ച് നല്ല മാറ്റം കിട്ടിയപ്പോ ആ റിസൾട്ട് എന്നോട് പറഞ്ഞു, ശൈല ഇങ്ങനെ ഇന്ന പോലെ. അപ്പൊ ഞാൻ റേഷൻ കടയിൽ പോകുമ്പോഴും ഞാൻ ടീച്ചറിന്റെ വീട്ടിൽ കയറി സംസാരിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. അപ്പൊ ആ രീതിയിൽ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോണത് എനിക്ക് ഞാനെന്തോ വികലാംഗര് നടക്കണ പോലെയാണ് ഞാൻ എഴുന്നേറ്റ് പോകുന്നത്. അങ്ങനെയാണ് ഞാൻ എഴുന്നേറ്റ് നടക്കുന്നത്. എനിക്കല്ലാതെ സാധാരണ ഇരുന്നിട്ട് എല്ലാവരും നടക്കുന്ന പോലെ എനിക്ക് നടക്കാൻ പറ്റില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ട് ശൈല, മേടിച്ച് കഴിച്ചാൽ നല്ല മാറ്റം കിട്ടും, സാറിന് ഇന്ന പോലെ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ശരി ടീച്ചറെ ചെയ്യാം, ഞാൻ തൊഴിലുറപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ തൊഴിലുറപ്പ് കഴിയട്ടെ, അന്നേരം നമുക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ തൊഴിലുറപ്പ് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർത്തില്ല. അതിന്റെ ഇടക്ക് ഞാൻ അവിടെ ഒരിക്കൽ ചെന്നപ്പോ ജസീല മേഡത്തിന് ഫോൺ ചെയ്ത് ഞാനും ജസീല മേഡോട്ട് സംസാരിച്ച്, അപ്പൊ മേഡം ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് കഴിച്ചാൽ നല്ല മാറ്റം കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചോളാം. അങ്ങനെ ഞങ്ങൾ ചേർത്തലയിൽ പോയി. ആദ്യമായിട്ട് ചേർത്തലയിൽ എടുക്കാൻ പോയിട്ട് ഞങ്ങൾ കുറെ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചിരുന്ന പിന്നെ നമുക്ക് എടുക്കുന്ന ആ ഷോപ്പ് കണ്ടുപിടിച്ച്. എന്നാലും നമ്മൾ അവിടെ നിന്ന് പ്രൊഡക്റ്റ് എടുത്ത് ആദ്യമായിട്ട് ഞാൻ കഴിച്ചത് ചാമ്പിത്തൈല, നോവേദന ജെല്ലി, നോവേദന ക്യാപ്സൂള്, അതുപോലെ ലിവാഗ 3 അതുപോലെ ബ്ലഡ് പ്യൂരിഫൈ 3 അതുപോലെ യൂറിഫ്രഷ് 3 പിന്നെ കാൽസ്യത്തിന്റെ. അപ്പൊ ഇത്രയും പ്രൊഡക്റ്റാണ് എനിക്ക് ആദ്യമായിട്ട് എടുത്തത്. ഒരു 5070 രൂപയുടെ പ്രൊഡക്റ്റാണ് ഞാൻ ആദ്യമായിട്ട് എടുത്തത്. അത് കഴിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഇരുന്നോടത്തുനിന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റും. മറ്റേത് ബസ്സിൽ കയറിയാൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയാൽ ഞാൻ ഒരു സ്റ്റോപ്പിന് മുമ്പ് ഞാൻ എഴുന്നേറ്റ് നിൽക്കണം, എന്നാലും മാത്രമേ എൻ്റെ ഈ കാല് ചലിക്കുള്ളൂ. അപ്പൊ എൻ്റെ ഈ കാല്, എൻ്റെ ചെറുപ്പത്തിലെ കാല് തളർന്നു പോയതാണ് ഒരിക്കൽ. പിന്നെ ഞാൻ വീണിട്ടുണ്ട്. അങ്ങനെ വീണ് കാലിന് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടൊക്കെ ഇരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് വിഷമത്തോടും ഇരിക്കുമ്പോഴാണ് എനിക്ക് പ്രൊഡക്റ്റ് കിട്ടിയത്. അത് ഏറ്റെടുത്ത് ഇന്ന് ഞാൻ അത് നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാ പ്രൊഡക്റ്റും ഞാൻ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് അതൊരു മാസം കഴിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ വേഗം മോന്റെ പേരിൽ ID ഇട്ടിട്ട് 10,000 രൂപയുടെ പ്രൊഡക്റ്റ് ഞാൻ അത് വാങ്ങിച്ചു. ഞാൻ എല്ലാ പ്രൊഡക്റ്റ് ഒരു 30,000 രൂപ, 30 അല്ല അതിൽ കൂടുതൽ പ്രൊഡക്റ്റ് ആ ഒരു 3 മാസം കൊണ്ട് ഞാനത് കഴിച്ച് തീർത്ത് കഴിഞ്ഞപ്പോ നല്ലൊരു കുറവ് കിട്ടി എനിക്ക്. എന്റെ നമ്മൾ ഇരിക്കുമ്പോ നമ്മുടെ കൈ നമ്മുടെ കാലയിൽ വെച്ച എനിക്ക് വേദനയായിരുന്നു. അത്രയും വേദനയായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇതിനകത്തോട്ട് വന്നത്. അങ്ങനെ കഴിച്ച് പിന്നെ അപ്പൊ എനിക്ക് നല്ല മാറ്റം. അത് കഴിഞ്ഞ് 95 അതേപോലെ ന്യൂട്രലൈഫ് പ്രോട്ടീൻ പൗഡർ, അതേപോലെ എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. കവചപ്രാശം കഴിച്ച് എനിക്കെന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ ഒരു തുമ്മും. ഈ തുമ്മോടുകൂടി എന്റെ സകല പിടിപാടും വിട്ടെന്ന് വെച്ചാല് മൂക്കീന്ന് ഇങ്ങനെ കുത്തി ഒലിച്ചു വന്നൂട്ടാണ് നമുക്ക് മൂക്കീന്ന് ഇങ്ങനെ ഞോള പോലെ ഇങ്ങനെ വരും. പക്ഷെ ഇന്ന് നമുക്ക് നമ്മുടെ ഈ പ്രൊഡക്റ്റ് കഴിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംഭവം എനിക്കില്ല. അതൊരു 3 വർഷമായിട്ട് അങ്ങനെ ഒരു ഇടയ്ക്കൊരു തുമ്മല് വരും എന്നല്ലാതെ അങ്ങനെയുള്ള ഒരു കുഴപ്പവും എനിക്കില്ല. പിന്നെ എനിക്ക് റിസൾട്ട് പറഞ്ഞുള്ളത് എന്റെ ആങ്ങളുടെ ഭാര്യയൊക്കെ, ഞാനിതുപോലെ ആങ്ങളൊക്കെ മുട്ടുവേദന എഴുന്നോട്ട് ഞാൻ പോയി എന്റെ വീട് വടക്കം പറൂര. അവിടെ ചെന്നപ്പോ ആങ്ങളെ ഇല്ലായിരുന്നു, നാത്തൂനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നേക്കണേ എന്ന് പറഞ്ഞ് ഓ നിന്റെ ഒരു പ്രൊഡക്റ്റ് എന്നും പറഞ്ഞ് ചേച്ചി എന്നെ ഒന്ന് കളിയാക്കിയിട്ട് അങ്ങോട്ട് പോയി.
അപ്പൊ ചേച്ചി തൊഴിലുറപ്പിന് പോയി. ഞാൻ അങ്ങനെ അവിടെ ഇരുന്ന് ചേട്ടൻ വന്നിട്ട് ഞാൻ പോണോളൂ, ചേട്ടനെ കണ്ടിട്ടേ പോണോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ചേട്ടന് ഞാൻ നോവേദന ജെല്ല്, നോവേദന ക്യാപ്സൂള്, ചാമ്പി തൈലം, കണ്ണിൽ ഒഴിക്കുന്ന അലൈനർ അത് കൊടുത്ത് പിന്നെ ഒരു പേസ്റ്റും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഈ പേസ്റ്റ് ഇട്ട് പല്ല് തേക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. പക്ഷെ ദൈവമായിട്ട് ചേച്ചിയുടെ പല്ലെല്ലാം ഇളകിയിട്ട് ഇത് എവിടെ കൊണ്ട് ഇത് പറിച്ചു കളയും, എവിടെ ചെല്ലണം എന്നുള്ള ഒരു ഇതിൽ ഇരിക്കുമ്പോഴാണ് ഈ പ്രൊഡക്റ്റ് കൊടുത്തത്. അങ്ങനെ ഈ പേസ്റ്റ് ഇട്ട് ചേച്ചി പല്ല് തേച്ച് കഴിഞ്ഞപ്പോഴല്ല ചേച്ചിക്ക് ഇതിനോട് നല്ല വിശ്വാസമായി. അങ്ങനെ പിന്നെ എന്നോട് 2-3 പേസ്റ്റാണ് എന്നോട് വാങ്ങിക്കുന്നത്. അത് അങ്ങനെ ചേച്ചിയുടെ പല്ലിന് ആ ഒരു ഇളക്കെല്ലാം മാറി, എല്ലാ പല്ലും ഉറച്ച് ചേച്ചി വേറൊരു പേസ്റ്റ് ഇട്ട് ഉപയോഗിക്കൂല, നമ്മുടെ പേസ്റ്റ്. അത് കഴിഞ്ഞ പിന്നെ എന്റെ ആങ്ങളുടെ കാലിട്ട് ഞണ്ട് കടിച്ച് വീശാൻ പോയപ്പോ ഞണ്ട് കടിച്ചിട്ട് ആങ്ങളക്ക് അത് പഴുത്ത് അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പറവൂര് ഡോംബോസ്കോ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലാണ് ആങ്ങളെ കിടന്നത്. 2 ആഴ്ച അവിടെ കിടന്ന് ഡോക്ടർ വെറുതെ അച്ചാലും പിച്ചാലും എന്ന് പറഞ്ഞ കുരിശ് വരക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാലിന്റെ ഉള്ളനടി കാലിന്റെ പുറമേയും കൂടെ കീറിയിട്ട് അവിടെ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കാണാൻ ചെന്നത്. അപ്പൊ ഞാനൊരു പൂണ്ടികയിൽ കൊടുത്തിട്ട് പറഞ്ഞ് ഇത് നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇതുപോലെ വെള്ളം ചൂടാക്കി ഉപ്പിട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കാല് കഴുകിയ ശേഷം നമ്മുടെ ഈ പ്രൊഡക്റ്റ് വെള്ളം ഒപ്പിയ ശേഷം നമ്മുടെ ഈ പ്രൊഡക്റ്റ് പെരട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നെങ്കിലും അവര് പെരട്ടിയില്ല. അപ്പൊ ചേച്ചിക്ക് ഇയർ ബാലൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ചാമ്പിത്തൈലവും കൊടുത്ത് ഈ പിന്നെ പേസ്റ്റും അപ്പോഴും ഒരു പേസ്റ്റും കൊടുത്തിട്ട് ഞാൻ പോന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് അവര് തിരിച്ച് വീണ്ടും 2 ആഴ്ച കഴിഞ്ഞ് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞപ്പോഴല്ലോ 1 ആഴ്ച കഴിഞ്ഞ് കാല് വീണ്ടും പഴുത്ത് ഇരിക്കുക. ചേട്ടന് ഷുഗർ കുറച്ചുണ്ട്. അങ്ങനെ തന്നെ അവരവിടെ പറഞ്ഞ് ഇവിടെ കിടക്കണം, കാല് വല്ലാതെ പഴുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ് ഇവിടെ കിടക്കാൻ പറ്റൂല, ഗവൺമെന്റ് ഞങ്ങൾക്ക് ചീട്ട് തന്നേരും, ഞങ്ങള് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിക്കോളാം. അങ്ങനെ അവിടുന്ന് ചീട്ടും വാങ്ങിച്ച് 21 ദിവസം ഗവൺമെന്റ് ആശുപത്രിയിൽ കിടന്ന്. അപ്പോഴും ഞാൻ കാണാൻ ചെന്നിട്ട് ഞാൻ ചോദിച്ചത് നിങ്ങൾ വീട്ടിൽ ചെന്നപ്പോ ഈ പ്രൊഡക്റ്റ് പെരട്ടിയ? അപ്പൊ പറഞ്ഞു ഇല്ല പെരട്ടിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ നിന്ന് പേര് വെട്ടി നിങ്ങൾ വീട്ടിൽ ചെന്നപ്പോ പക്ഷെ അപ്പോഴും അവര് പെരട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ആങ്ങളെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ ചെന്നപ്പോ ഞാൻ ചോദിച്ചു ചേട്ടാ ഞാനൊരു പ്രൊഡക്റ്റ് തന്നല്ലേ ചേട്ടൻ അത് പെരട്ടിയ? എനിക്കറിയില്ല. ഞാൻ അങ്ങനെ മുറിയിലൊക്കെ ഇതൊക്കെ തപ്പുമ്പോൾ നോവേദന ക്യാപ്സൂൾ ഇരിപ്പുണ്ട്, ബെൽഗാട്ടും ഇരിപ്പുണ്ട്. ഞാൻ ഈ അപ്പൊ ചേട്ടന് കാല് വേദന ഉണ്ട്, നോവേദന ക്യാപ്സൂൾ ഞാൻ ഡേറ്റ് നോക്കിയപ്പോ 2 മാസവും കൂടെ ഡേറ്റ് ഉണ്ട്. വേഗം 2 ക്യാപ്സൂൾ ഞാൻ ആങ്ങളെ കൊടുത്തിട്ട് പറയും ഇത് ചേട്ടൻ കഴിച്ചോ എന്ന് പറയും. ഇതിനകത്തുള്ള പ്രൊഡക്റ്റ് 2ഉം ചേട്ടന് കഴിക്കാം, ചേട്ടൻ ഇത് കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും 2 പൂണ്ടുകയിൽ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു. അപ്പൊ അവര് ഡോക്ടറെ കാണാൻ ബുക്ക് ചെയ്തേക്കാണ് എന്ന് വെച്ചാല് 2000 രൂപയുടെ മരുന്ന് മേടിക്കണം, 300 ഓട്ടോറിക്ഷക്കാശ്, 300 രൂപ ഡോക്ടറിന്റെ ഫീസ്. അത് ആഴ്ചയിൽ പോകുമ്പോൾ അതിനുള്ള മരുന്നായിട്ടാണ് ഇവര് വന്നത്. 2000 രൂപയുടെ മരുന്ന് ഡോക്ടർ പുറത്തോട്ട് എഴുതും, അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് കഴിക്കണം. പക്ഷെ യാതൊരു കുറവുമില്ല. അപ്പോഴും ഞാൻ പറയാം ഏതായാലും നിങ്ങൾ ഇന്ന് ബുക്ക് ചെയ്തില്ലേ, നിങ്ങൾ ഇന്ന് ഡോക്ടറെ കണ്ടോ, പക്ഷെ നിങ്ങൾ മരുന്നൊന്നും വാങ്ങിക്കണ്ട, ഈ ഓയിൽമെന്റ് വല്ലതൊക്കെ എഴുതുന്ന ഒന്നും മേടിക്കണ്ട, ഇവിടെ വന്നിട്ട് ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ അവര് മരുന്നൊന്നും വാങ്ങിക്കാണ്ട് വീട്ടിൽ വന്നിട്ട് ഇത് ചെയ്ത് നമ്മുടെ മൂണ്ടികയിൽ തേച്ചിട്ട് അന്ന് ചേട്ടന് ഭയങ്കര വേദനയായിരുന്നു. ഭയങ്കര വേദന എന്ന് വെച്ചാൽ ഭയങ്കര. പക്ഷെ ദൈവം സഹായിച്ച് കാല് വലിയാൻ തുടങ്ങി. കാല് വലിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ചെന്നത് 3 പൂണ്ടിയിലും കൊണ്ടാ പിന്നെ ചെന്നത്. ആ 3 പൂണ്ടിയില് 5 എണ്ണവും പെരട്ടി. ഞാൻ മുറിവ് കണ്ടു. അപ്പൊ നമ്മുടെ വിരലിന്റെ ഒരു പകുതിയും കൂടെ ഉണ്ട് മുറിവ് ഉണങ്ങാണ്ട്. 5 പൂണ്ടികയില് നമ്മുടെ ചേട്ടന്റെ കാലെ തേച്ച്. പിന്നെ ഞാൻ ചേട്ടന് ഷുഗർ ഉള്ളതുകൊണ്ട് പ്രോട്ടീൻ പൗഡർ കൊടുത്ത്, പിന്നെ നമ്മുടെ ഷുഗറിന്റെ ഡയബാല അത് കൊടുത്ത്, പിന്നെ ഒരു 95 കൊടുത്ത്, അത്രയും കൊടുത്തിട്ട് പോന്ന്. അത് കൂടാതെ എന്റെ ചേട്ടന്റെ മോന് എന്താന്ന് വെച്ചാല് ഒരു അസുഖത്തിന്റെ പേര് പിസ്തൂല എന്ന് പറഞ്ഞ ഒരു അസുഖം എന്റെ ആങ്ങളുടെ മോന്. ഞാൻ അങ്ങോട്ട് പോണപ്പോ ഇവനെ കണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ചേട്ടന്റെ അടുത്ത് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നപ്പോ ഇവനെ കണ്ട്. ഞാൻ ചോദിച്ചു എന്താ മോനെ ഇന്ന് ജോലിക്ക് പോയില്ലെന്ന് പറഞ്ഞപ്പോ പോയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പോകാഞ്ഞെന്ന് ചോദിച്ചപ്പോ പോയില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ചോദിച്ചു
അല്ല എന്താണ് അസുഖം, നിനക്ക് വല്ല പാടുകേട് വല്ലതുമാണോ? എന്നോട് പറഞ്ഞു ഞങ്ങളുടെ നല്ല പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ പിസ്തൂല എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ട്, അതിന് ഇങ്ങനെ ചരട് കെട്ടി വെച്ചേക്കാണ്, ഒറ്റമൂലി മരുന്നാണ് കഴിക്കുന്നത്, ചരട് കെട്ടിയേക്കാണ്, ഭയങ്കര വേദനയാണ്, അതിന്റെ കൂടെ ഒരു ട്യൂബ് ഇറക്കിയിട്ട് അത് മലദോരത്തിൽ കൂടെ ആ ട്യൂബ് ഇറക്കും, അപ്പൊ അതിൽ കൂടെയാണ് ഈ പഴുപ്പും ചലവും ഒക്കെ ഇങ്ങോട്ട് പോകുന്നത്. ഇത് ചരടിന്റെ പണിയാണ്, ചരട് ഒറ്റമൂലി ആയിട്ട് ചരട് കെട്ടലാണ്. അപ്പൊ ഞാൻ അന്നേരം എന്റെ ഉണ്ടായത് പൂണ്ടുകയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു മോനൊരു കാര്യം ചെയ്യും, അതിന്റെ സൈഡിൽ പൂണ്ടുകയിൽ തേച്ചു കൊടുത്തോ എന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും അവൻ ഡോക്ടർ അടുത്ത് ചെന്നപ്പോ ഡോക്ടർ ആദ്യം പറഞ്ഞ 2 മാസം എന്ന് പറഞ്ഞു, പിന്നെ അത് 6 മാസം എന്ന് പറഞ്ഞു. 6 മാസം എന്ന് പറഞ്ഞപ്പോ ഇവൻ എന്നെ വിളിച്ച് ആന്റി എനിക്ക് തരാൻ പറ്റിയല്ലോ പ്രൊഡക്റ്റ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ട്, ഇമ്മ്യൂണി ഉണ്ട്, 95 കഴിക്കാം, പിന്നെ നമ്മുടെ പൂണ്ടുകയിൽ പെരട്ട എന്നൊക്കെ ഞാൻ വേഗം റോയ് സാറിനെ വിളിച്ച്, റോയ് സാറെ ഇന്ന പോലെ അസുഖമുണ്ട്, അതിന് എന്തൊക്കെ കൊടുക്കണം എന്ന് റോയ് സാറിനോട് ചോദിച്ചപ്പോ റോയ് സാറ് എന്നോട് പറഞ്ഞു ഇമ്മ്യൂണി കൊടുക്കാം, പിന്നെ മുരിങ്ങ കൊടുക്കാം, നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും മാറും, പിന്നെ അൻഡാസർ കൊടുക്കുക, പിന്നെ ഫൈസ് എന്ന് പറഞ്ഞ ആ പ്രൊഡക്റ്റ് അത് ഇങ്ങനെ വിരൽ കൊണ്ട് ആ മലദ്വാരത്തിന്റെ ഉള്ളിൽ കൂടെ ഇത്തിരി എടുത്ത് ഉള്ളിലോട്ട് തേച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ് പിന്നെ വെൽകാട്ട് കൊടുത്ത്. അങ്ങനെ അവന്റെ പേരിൽ തന്നെ ഞാൻ പറഞ്ഞു മോനെ ഐഡിയ ഇട്ട് മേടിക്കുകയാണെങ്കിൽ മോനെ ഇത് 3 മാസം, ഏറ്റവും കുറഞ്ഞത് 3 മാസം ഒരു മുടക്കൂടാണ്ട് കഴിക്കാൻ വേണം, നമുക്ക് സൈഡ് എഫക്റ്റ് ഇല്ല, ഫുൾ സപ്ലിമെന്റ് ആണ്, ഇതിന് പത്തിയില്ല, വെള്ളം കുടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കഴിച്ച് അങ്ങനെ അത് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കണം. ഇന്നലെ ഡോക്ടറെ കാണാൻ പോട്ടെ, ഇന്നലെ നമ്മുടെ മീറ്റിങ്ങിൽ വൈകിട്ടുള്ള മീറ്റിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് ഞാൻ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മോനോട്, ഇന്ന് കയറണം എന്ന് പറഞ്ഞ്. അങ്ങനെ മോനത് കഴിച്ചു. അപ്പൊ ഇന്നലെ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ് 3 മാസമാണ്, അപ്പൊ ഇന്ന് 2 മാസം എന്ന് പറഞ്ഞ് 3, അപ്പൊ ഒരു 5 ഇഞ്ച് പഴുപ്പ് ഉള്ളിലോട്ടുണ്ടെന്ന്. അപ്പൊ ഉള്ളിലോട്ടുള്ള കാരണം വീണ്ടും അവർ ആ ചരട് അഴിച്ചു കളഞ്ഞ് വേറൊരു ചരടിട്ട് കെട്ടി വെച്ചേക്കാണ്, നല്ല വേദനയാണ് പുള്ളിക്കാരന്. അതിന്റെ കൂടെ അരിയസിന്റെ അസുഖവും എല്ലാം ഉണ്ട് കൊച്ചിന്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ആ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാല് ഇത് വേറൊരു അസുഖം ആകാതിരിക്കാൻ വേണ്ടി വെച്ചാല് 3 പെമ്മക്കളാണ് ഉള്ളത്. അപ്പൊ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. വിനോദ് എന്നാണ് പേര്. പിന്നെ അതുകൂടാതെ എന്റെ ചേച്ചിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, വേറൊരു ചേച്ചിക്ക്. അപ്പൊ ഞാൻ ആ ചേച്ചിക്ക് കൊണ്ടുപോയി ഒരു ഡബാല കൊടുത്തിട്ട് അവരത് 1 മാസം കഴിച്ചപ്പോ നല്ല മാറ്റമുണ്ട്. പക്ഷെ പിന്നീട് അത് അവരെടുക്കാണ്ട് പറ്റണില്ല, അവർക്ക് പൈസയുടെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോ കഴിച്ചിട്ട് കുറവുണ്ട് എന്ന് പറഞ്ഞു. കുറവുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് 3 മാസം. അപ്പൊ അതിന്റെ ഇടക്ക് ചേച്ചിക്കും ഈ കുതികാല് പഴുത്തിട്ട് ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് അത് മരുന്ന് വെച്ചോണ്ടിരിക്കണം, കാലൊന്നും നിലത്ത് തൊടാണ്ട് പൊക്കത്ത് വെച്ച് വെച്ചേക്കണം ഞങ്ങൾ ചെല്ലുമ്പോ കാണാൻ. അങ്ങനെ ഞാൻ അന്നും ഒരു പൂണ്ടികയിൽ കൊടുത്തിട്ടു. അപ്പൊ പറഞ്ഞു ഇപ്പൊ ഞാൻ മരുന്നിനൊന്നും പോണില്ല, ഞാൻ ഈ പൂണ്ടികയിലാണ് തേക്കുന്നത്, എനിക്ക് മാറ്റമുണ്ട്. അതുകൂടാതെ ഒരു ശ്വാസം കിട്ടാനായിട്ട് അവര് ഈ ശ്വാസത്തിനുള്ള ശ്വാസം കിട്ടാൻ വേണ്ടി അതിനുള്ള മെഷീൻ ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കണേണ്. അപ്പൊ അതിന്റെ ഭാര്യയൊക്കെ ആണെങ്കിൽ മുട്ട് തേയ്മാനം, ഒരു മുട്ട് മാറ്റി വെച്ച് ഒരു മുട്ട് മാറ്റാണ്ട് ഇരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ അതും നമ്മുടെ ഈ പ്രൊഡക്റ്റ് കഴിച്ചത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമുള്ള പ്രൊഡക്റ്റ് ആണ്, ഇത് കഴിച്ചാൽ മതി. അപ്പൊ ഞാൻ അവർക്ക് കൊടുത്തത് 95 കൊടുത്ത്, ശ്വാസം കിട്ടാത്ത ആൾക്ക് ശ്വാസം മുട്ടലുള്ളത്, പിന്നെ ഒരു ആശ്വാസം കൊടുത്ത്, ഇത്രയും പ്രൊഡക്റ്റ് അവരെടുത്തു. പിന്നെ ഭാര്യ ഒരു മാൻശക്തിമാനും വേദന ക്യാപ്സോള്, നോവേദന ക്യാപ്സോള്, പിന്നെ ഒരു നോവേദന ജെല്ല്, ചാമ്പി തൈലം, ഇത്രയും പ്രൊഡക്റ്റ്. സാറേ എനിക്ക് കുറെ പ്രൊഡക്റ്റ് പറയാനുണ്ട്, എന്റെ മോന് ജോലിക്ക് പോണം, അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ കുറെ നാളായിട്ട് രാവിലത്തെ മീറ്റിങ്ങിൽ ഞാൻ കയറാറില്ല. അപ്പൊ ഇന്ന് എന്നെ വിളിച്ചതിനും നമ്മുടെ എല്ലാ ലീഡേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി പറയണം. പിന്നെ നമ്മുടെ ഓണ സമ്മാനം എടുക്കാണ്ട് ഇന്ന് പോയി ഓണ സമ്മാനം എടുക്കാനുള്ള പ്രൊഡക്റ്റ് എടുക്കാൻ പോണേണ്. അപ്പൊ അതും എല്ലാവരും നമ്മുടെ ഓണസമ്മാനം എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാല് നമ്മുടെ കമ്പനിയുടെ ഓണപ്പുടവ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഫോൺ മോനും കൊടുക്കണം. ഓക്കെ, താങ്ക് യു.